ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ നാളായി കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഫോണൊന്ന് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇനിയും സ്ഥിരമായിട്ട് വീഡിയോസ് എല്ലാം കാണും. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തുള്ളൊരു ബെൽ ബട്ടൺ കൂടെ ഞെക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും കേട്ടോ. ഇന്ന് രാവിലെ എഴുന്നേറ്റൊരു 7 മണിയായപ്പോഴാണ് എഴുന്നേറ്റത്. എന്ന് ഞാൻ ആ ടൈമിലാണ് എഴുന്നേൽക്കുന്നത്. അപ്പം കുഞ്ഞുണരുന്നതിന് മുമ്പേ രാവിലെ എല്ലാ പരിപാടികളും ചെയ്യണം. പിന്നെ അവൻ്റെ കുപ്പിയൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് വാഷ് ചെയ്യാനുണ്ട്. അത് വാഷ് ചെയ്ത് തിളപ്പിക്കാൻ വയ്ക്കണം. അപ്പം ഞാൻ ഡെയിലി അത് ചെയ്യാറുണ്ട്. അത് റുട്ടീനായിട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഞാൻ രാവിലെ ഓർത്തു അന്ന് നമുക്ക് രാവിലെ മോർണിംഗ് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്നും രാവിലെ കൺഫ്യൂഷനാണ്, എന്താണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനും അമ്മയും കൂടെ എപ്പോഴും ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചപ്പാത്തിക്ക് വേണ്ടി ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ അപ്പം പുറത്തുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം എനിക്കത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാനായിട്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പറഞ്ഞാൽ മാത്രമാണ് എല്ലാവരും ലൈക്ക് ചെയ്യാറ്. അപ്പം നമുക്കൊരു പ്രോത്സാഹനം തരിക എന്ന് വെച്ചാൽ ഏറ്റവും വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ രാവിലെ പാല് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പാല് തിളപ്പിക്കാൻ വെക്കും, കുഞ്ഞിന് കൊടുക്കണം, പിന്നെ ചായ ഇടണം, അങ്ങനെ വൈകിട്ടത്തേക്ക് എടുക്കണം. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് കുറച്ചായിട്ട് നിങ്ങളെ കാണിക്കാം. എല്ലാം കൂടെ കാണിക്കാനായിട്ട് പറ്റത്തില്ല, കാരണം എനിക്ക് വീഡിയോ എടുക്കുന്നതിൽ കുറച്ച് പരിമിതികളുണ്ട്. അപ്പോൾ ഞാൻ ചപ്പാത്തിയൊക്കെ ഇങ്ങനെ പരത്തി വെച്ചു. അപ്പം ബാലൻസ് ഞാൻ ഓർത്ത് തന്നാൽ മിറ്റം തൂക്കാമെന്ന് വിചാരിച്ചു. കാരണം രാവിലെ നല്ല മഴക്കോളുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ 2-3 ദിവസം നല്ല തണുപ്പ് രാവിലെ ഫീൽ ചെയ്തു. അപ്പം ഞാൻ ഓർത്തു മഴ വരുന്നതിന് മുമ്പേ മിറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് വീഡിയോ ഭാഗമാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അപ്പോഴത്തേക്ക് മഴ ചാറാൻ തുടങ്ങി. കാരണം ഞാൻ പൊന്നുപോലെ സൂക്ഷിക്കുന്ന എൻ്റെ ഫോണാണ്. അത് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ വീഡിയോ എടുക്കാനായിട്ട് വലിയ ഓപ്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഞാൻ ഓർത്തു ഷൂട്ട് ചെയ്യാം, മഴ വരുന്നതിന് മുമ്പ് വേഗം തൂത്ത് ഷൂട്ട് ചെയ്യാമെന്ന് ഓർത്തു. പിന്നെ ഡേ മൈ ലൈഫിൽ എനിക്കിങ്ങനെ കുറേ വീഡിയോസൊക്കെ ചെയ്ത് അത് കാണിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ ഓരോ ദിവസത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോ എടുത്ത് നോക്കുമ്പം അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നല്ലോ എന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ ശരിക്കും ഓരോ വീഡിയോ എടുക്കുമ്പം അത് ആസ്വദിച്ചാണ് ഓരോ വീഡിയോയും എഡിറ്റിംഗ് ആയാലും എല്ലാം ചെയ്യുന്നത്. പിന്നെ ചേട്ടനും ഹെൽപ്പ് ചെയ്യാറുണ്ട്, നല്ലപോലെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ചേട്ടനും കുഞ്ഞും എണ്ണിക്കുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞില്ലേ വേഗം പണിയൊക്കെ തീർക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അവനൊരു എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും എൻ്റെ അടുത്ത് വരണമെന്ന്. പിന്നെ ഇന്ന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം രാവിലെ ഏട്ടായും കുഞ്ഞും രാവിലെ എഴുന്നേറ്റു. അപ്പം ഇന്നവന് കുഴപ്പമില്ല, ഇന്നവൻ ഓക്കെയാണ്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ എൻ്റെ അടുത്ത് വരണം, അല്ലെങ്കിൽ ഞാൻ കുറേ നേരം എടുത്ത് കൊഞ്ചിച്ച് കഴിഞ്ഞ് മാത്രമേ അവൻ ചേട്ടായിയുടെ കൂടെ പുറത്ത് പോകത്തുള്ളൂ. അവൻ്റെ മൈൻഡൊന്ന് ഓക്കെ ആവാനും ഇടയ്ക്കൊക്കെ പിള്ളേരൊക്കെ രാവിലെ എഴുന്നേറ്റ് കളിക്കുമ്പോൾ അവർക്ക് വിശപ്പും കൂടുമല്ലോ. അങ്ങനെ ചേട്ടായി പുറത്തൊക്കെ ഇടയ്ക്ക് കൊണ്ടുപോകും. അപ്പോൾ രാവിലെ ചേട്ടായി അവനെ പുറത്തു കൊണ്ടുവരാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ആളെ താഴെ നിർത്തിയപ്പോൾ ആൾ കുഴപ്പമില്ല. അപ്പം ചേട്ടായി അവനെ കുറച്ച് നേരമൊക്കെ പുറത്ത് കൊണ്ടുപോകും. ഇപ്പോൾ കൊണ്ടുപോയില്ല എന്ന് കൂടി നമ്മുടെ കൈ പിടിച്ച് വലിച്ച് നമ്മൾ കൊണ്ടുപോകാനായിട്ട് ആൾ ഭയങ്കരമായിട്ട് വാശി പിടിക്കും. അപ്പം അത് കണ്ടോ, രാവിലെ ചേട്ടായി ആണെങ്കിൽ കൊണ്ടുപോകാനായിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് വീടിൻ്റെ വെളിയിലാണ്. അപ്പം നമ്മുടെ റോഡ് സൈഡിലാണ്, നിങ്ങൾ തൂത്തപ്പോൾ കണ്ടല്ലോ, റോഡ് സൈഡിലാണ് നമ്മുടെ വീട്. അപ്പം ഈ വണ്ടിയുടെയൊക്കെ സൗണ്ടും കാര്യമൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് അകത്തിരുന്ന് ചെയ്യാനായിട്ട് എന്ന് വെച്ചാൽ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ടെറസിൻ്റെ മേളിൽ നിന്നാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത്. അപ്പം നിങ്ങൾ ഓർക്കും ഞാനെന്തിനാ ടെറസിൻ്റെ മേളിൽ പോയിരിക്കുന്നതെന്ന്. വേറെ ഒന്നും കൊണ്ടുമല്ല, ടെറസിൻ്റെ മേളിൽ പോയിരുന്നാൽ നമുക്ക് സംസാരിക്കാനും പറ്റും, ഓരോ കാര്യങ്ങൾ പറയാം. പിന്നെ കുഞ്ഞാണെങ്കിൽ എപ്പോഴും എൻ്റെ അടുത്ത് വരാനായിട്ടുള്ള, അപ്പോൾ എനിക്ക് സംസാരിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുമായിട്ട് വരും. അവനുള്ളപ്പം അവൻ ഉറങ്ങുമ്പോഴൊക്കെയാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ അല്ലാത്ത ടൈമിലൊക്കെ ചേട്ടൻ എഡിറ്റ് ചെയ്ത് ഏട്ടൻ ഫ്രീ ആവുന്ന സമയത്ത്. അപ്പോൾ അമ്മ രാവിലെ ബാലൻസ് ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാനടുത്ത് റൂമൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയിടാന്നു. കാരണം അവർ പോയ ടൈമിലല്ലേ എനിക്ക് വേഗം റൂമൊക്കെ അടിച്ച് വരണം. ബാക്കിയുള്ള ഹാളും എല്ലാം അമ്മ രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അമ്മ ചെയ്യും, ഞാൻ ചെയ്യും, അങ്ങനെ മാറി മാറിയാണ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഉച്ചക്കത്തെ ഉള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യണം. വീട് രാവിലെ തന്നെ എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കിയിടുക എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഗസ്റ്റോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മൾ അപ്പം കിടന്ന് ഓടേണ്ട ആവശ്യമില്ല. ഞാനെപ്പോഴും റൂമൊക്കെ ആണെങ്കിലും എല്ലാം നീറ്റാക്കി വൃത്തിയാക്കി ഇടും. പിന്നെ കുഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് മാക്സിമം കുറച്ച് പരിധിയുണ്ട് ചെയ്യാണ്ട്. കാരണം നമ്മൾ എത്ര അടിച്ച് കരിയാലും പിന്നെയും
അവൻ ഉള്ളതുകൊണ്ട് പറ്റത്തില്ല ഗൈസ്. അപ്പോൾ ഇത് അമ്മയുടെ ഒരു ചെറിയ കൃഷിത്തോട്ടമാണ്. അമ്മയുടെ അച്ഛൻ്റെയും കൂടെയാണ്. അച്ഛനാണെങ്കിൽ ഒരു സൈഡിൽ കപ്പ നട്ടിട്ടുണ്ട്. അമ്മ എല്ലാ പച്ചക്കറികളും ഫ്രീ ആവുന്ന ടൈമിൽ എല്ലാം ചെയ്യും. എനിക്കത് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ചില സമയത്ത് ഭയങ്കര മടിയാണ് ചെയ്യാനായിട്ടൊക്കെ. അപ്പം ചിലപ്പോഴൊക്കെ അമ്മ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ അമ്മ അത് കഴിഞ്ഞപ്പം ചെടികൾക്കെല്ലാം വെള്ളം ഒഴിച്ചു. പിന്നെ പച്ചക്കറിക്കൊക്കെ വെള്ളം ഒഴിച്ചപ്പോൾ ഇച്ചുക്കുട്ടനാണെങ്കിൽ വെള്ളം ഒഴിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുമല്ല, വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയാണ് അവന് കൂടുതലും ഇഷ്ടം. പിന്നെ അത് കഴിഞ്ഞപ്പം അവനെ കപ്പത്തോട്ടത്തിൻ്റെ അതുവഴി മറ്റേ അവൻ്റെ കൂട്ടുകാരെന്ന് തന്നെ പറയാം, ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ കുറച്ച് പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അപ്പോൾ അത് അവന് ഭയങ്കര ഇഷ്ടമാണ്. ഉച്ചയ്ക്കൊക്കെ ആണെങ്കിലും ഞാൻ ചോറ് കൊടുക്കുന്നത് അവിടെ പോയിരുന്ന് അവനങ്ങനെ ചോറൊക്കെ കൊടുക്കും. അവരില്ലെങ്കിൽ അവന് ഭയങ്കര മൂഡ് ഓഫാണ്. അവനവിടെ 10 മിനിറ്റേ നിൽക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും. ഒറ്റയ്ക്ക് അങ്ങനെ വിടാറില്ല അവനെ, കുഞ്ഞല്ലേ. അപ്പം ഇവനത് ചേട്ടന്മാരെയൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. അവർ കളിക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് അവനെ കൊണ്ടുവന്നു. പക്ഷേ അവൻ അവിടെ പോയി കളിക്കാനായിട്ട് ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മയും കുഞ്ഞും കൂടി ഇരുന്ന് ഭയങ്കരമായിട്ട് കൂക്ക് കളിക്കുക, അമ്മയുടെ പുറകെ വരികയൊക്കെ ചെയ്യും. പിന്നെ അതിന് ശേഷം അവന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ചപ്പാത്തിയായിരുന്നു കൊടുത്തിരുന്നത്. അത് കഴിഞ്ഞപ്പം ഒരു ഉച്ചയാകുന്നതിന് മുമ്പേ കപ്പ പറിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഞാനും അച്ഛനും ചേട്ടാ എല്ലാവരും കൂടെ കപ്പ പറിക്കാനായിട്ട്, അച്ഛൻ കുറച്ച് കപ്പയാണ് നട്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വീണ്ടും ഒരു 2 മൂടും കൂടെ പറിച്ചിട്ട് കപ്പ അതായത് നാളെ രാവിലത്തേക്ക് കപ്പ പുഴുങ്ങാം അല്ലെങ്കിൽ വേവിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ 2 കപ്പ പറിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തേലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം അത് കുറച്ചുകൂടി ഒരു മാസം കൂടെ നിൽക്കണം. അതിന് മുമ്പേ ഞങ്ങൾ കപ്പ കുറച്ച് പറിച്ചു. അപ്പം അതിങ്ങനെ വലുതായി വരുന്നതേ ഉള്ളൂ. നമുക്ക് ചെറിയ ഇതാണ് കിട്ടിയത്. പിന്നെ മഴ പെയ്ത ആ ടൈമിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പം പിന്നെ കുറച്ച് കപ്പയൊക്കെ ഇട്ടത് പോയി. അപ്പം നമുക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. അപ്പം 2ാമത്തെ മൂടും പറിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തുള്ളൊരു ബെൽ ബട്ടൺ കൂടെ ഞെക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഉച്ചയ്ക്ക് കപ്പ നല്ല വെയിൽ വരുന്നതിന് മുമ്പ് കപ്പയൊക്കെ പറിച്ച് അത് കഴുകി വൃത്തിയാക്കി. അപ്പം നമുക്ക് ഉച്ചയ്ക്കുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉച്ചയ്ക്കത്തെ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് സോയാബീൻ ഉണ്ടായിരുന്നു റോസ്റ്റ് ചെയ്തത്, ഒരു തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ അവിയലുണ്ടായിരുന്നു, പിന്നെ പച്ചമോര്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഫ്രൂട്ട്സ് എല്ലാം കൂടെ കട്ട് ചെയ്ത്, ചൂടും കൂടെ അല്ല, അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് വളരെയധികം നല്ലതായിട്ടുള്ള കാര്യമല്ല. അപ്പം അതിന് ശേഷം 4 മണി ഞാൻ ഉച്ചയ്ക്ക് കിടന്ന് കുറച്ച് നേരം ഉറങ്ങും. ഞാനും മിച്ചുവും കൂടി 2 മണിക്കൂർ അവൻ മാക്സിമം ഉറങ്ങും. ആ സമയത്ത് ഞാൻ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം എഡിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു 4 മണി ഒരു 4:30 ആകുമ്പോൾ എഴുന്നേറ്റ് കഴിയും, ചായ ഇടും. പിന്നെ സ്പെഷ്യലായിട്ട് 4 മണിക്ക് എന്തുണ്ടാക്കുമെന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇലയുടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇലയുടെയൊക്കെ ഉണ്ടാക്കി കഴിച്ചു ഞങ്ങൾ ആ സമയത്ത്.
അപ്പോൾ അതിനുശേഷം എനിക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ കളഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പാല് വരുന്ന കുപ്പിയില്ലേ, ആ കുപ്പിയിലെ വെള്ളമാണ് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കണം. എന്നാലും നമുക്ക് രാവിലെ വേറെ കുപ്പിയിൽ പാല് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാനതങ്ങനെ ചെയ്തത്. അതിനുശേഷം ഞാൻ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അടുക്കളയൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പരിപാടിയൊക്കെ ചെയ്തു. അപ്പോൾ അതെനിക്കെടുക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ 4 മണിയാകുമ്പോഴും ഇച്ചിക്കുട്ടൻ വെളിയിൽ പോയിട്ട് വരും. അപ്പോൾ അതിന് മുമ്പ് എല്ലാം റെഡിയാക്കി ഒക്കെ ചെയ്തിടുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചായയൊക്കെ തിളച്ചു, പഞ്ചാരയൊക്കെ ഇട്ടു, തേയിലയൊക്കെ ഇട്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഗ്യാസൊക്കെ ഓഫ് ചെയ്തു ഞാൻ. അപ്പം അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് കട്ട് ചെയ്യണം, പിന്നെയും ഷൂട്ട് ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും വന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇച്ചുക്കുട്ടൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ ഞാൻ സ്പെൻഡ് ചെയ്തു. അപ്പം വൈകുന്നേരം ഇങ്ങനെയുള്ള കുറച്ച് പരിപാടിയും കാര്യങ്ങളും ഒക്കെയാണ് എനിക്കുള്ളത്. അപ്പം ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. ആർക്കും എൻ്റെ കുഞ്ഞ് ഡേ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു ഡേ മൈ ലൈഫായിട്ട് വേഗം വരുന്നതായിരിക്കും ഗൈസ്.